നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ എക്കണോമിക്സ് ആൻഡ് ബാങ്കിങ് എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സിൽ പഠിച്ചതാണ്. എങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു 20 മാർക്കൊക്കെ എക്സാമിന് ചോദിക്കുമ്പോൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ഓരോ പാർട്ടിനോടൊപ്പം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ പുതിയതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കറണ്ട് അഫയേഴ്സ് നമ്മൾ 3 പ്ലേലിസ്റ്റിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2020, കറണ്ട് അഫയേഴ്സ് 2021, അതേപോലെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ്. ഈ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ദൗത്യം എന്ന പേരിൽ ഒരു 150 ഡേയ്സ് ബാച്ച് കോഴ്സ് വെബ്കോ അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നവംബർ 4 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ചേർന്ന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം വെബ്കോ അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ഈസിയാക്കി മാറ്റാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. കോഴ്സിൽ എൻറോൾ ചെയ്യാനുള്ള ലിങ്കും മറ്റുമെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ഒരു 120 ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബിഗിനേഴ്സിന് വേണ്ടി ആരംഭിക്കുകയാണ്. PSCയിൽ തുടക്കക്കാർക്ക് വേണ്ടി എല്ലാ ടോപ്പിക്കുകളുടെ ബേസ് മുതൽ പഠിപ്പിച്ച് തുടങ്ങുന്ന ഒരു കോഴ്സായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കും. കണ്ടിന്യൂസ് ലൈവ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയർ സെഷൻസും റിവിഷൻസും അതേപോലെ മോക്ക് ടെസ്റ്റുകളും സീരീസ് ടെസ്റ്റുകളും പഠിപ്പിക്കുന്ന എല്ലാ പോർഷൻസിനെയും PDF നോട്ട്സും അടങ്ങുന്നതാണ് അൺഅക്കാഡമി പ്ലസ് കോഴ്സുകൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടെ ഇന്ത്യയിൽ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയായി മാറി? 12. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 12. അപ്പോൾ ഈ ബാങ്ക് ലയന സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിലവിൽ എല്ലാവർക്കും അറിയാം നിർമ്മല സീതാരാമനാണ്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ എത്ര പൊതുമേഖലാ ബാങ്കുകളുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 12 പൊതുമേഖലാ ബാങ്കുകളാണ് 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിന് ശേഷം ഇന്ത്യയിലുള്ളത്. ആ സമയത്ത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. അപ്പോൾ ആ ബാങ്ക് ലയനത്തെക്കുറിച്ച് 1-2 പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത്. ശ്രദ്ധിച്ചോണം, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് പ്ലസ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ 2 ബാങ്കുകളും ഏതിലാണ് ലയിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. അതുപോലെ ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ഏത് ബാങ്കിൽ ലയിച്ചു? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ ലയിച്ചു. അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലഹാബാദ് ബാങ്കിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ അലഹാബാദ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? ഇന്ത്യൻ ബാങ്കിലാണ് ലയിച്ചത്. ആ പോയിന്റ് വളരെ ശ്രദ്ധിച്ചോണം. പരീക്ഷയ്ക്ക് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ് അതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇത് 4 പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? PNB ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈനയാണ്. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? PNB. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ PNB ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതെന്ന് ചോദിച്ചതാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈന. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈനയാണ്. അപ്പോൾ 2 കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ കേന്ദ്ര ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ RBI ആണ്. ഇപ്പോൾ ഈ RBIയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ട്വിറ്റർ ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖചിത്രം അമിതാഭ് ബച്ചൻ്റേതാണ്. വേണമെങ്കിൽ കയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ കേന്ദ്ര ബാങ്ക് ഏതെന്ന് ചോദിച്ചതാണ് RBI. ട്വിറ്ററും RBIയുമായി ചേർന്നുള്ള ക്യാമ്പയിനിൽ ആരുടെ മുഖചിത്രമാണെന്ന് ചോദിച്ചാൽ അത് അമിതാഭ് ബച്ചൻ്റേതാണ്.
അതേപോലെ അടുത്തിടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസിനായി 24/7 ഹെൽപ്പ് ലൈൻ ആരംഭിച്ച ബാങ്ക് ഏതെന്ന് ചോദിച്ചാലും RBI ആണ്. ഇപ്പോൾ 2 പോയിന്റുകൾ ഓർക്കുക. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ കേന്ദ്ര ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കേന്ദ്ര ബാങ്ക് RBI ആണ്. അതേപോലെ അടുത്തിടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസിനായി 24/7 ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചതും RBI ആണ്. ദെൻ അപര്യാപ്തതാ മൂലധനവും വരുമാനവും കാരണമാക്കി അടുത്തിടെ RBI ലൈസൻസ് റദ്ദാക്കിയ ബാങ്ക് ശിവം സഹകാരി ബാങ്ക് മഹാരാഷ്ട്രയാണ്. ഇങ്ങനെയുള്ള പോയിന്റൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. 2020 ആണ്. അപര്യാപ്തതാ മൂലധനവും വരുമാനവും കാരണമാക്കിയിട്ട് അടുത്തിടെ RBI ലൈസൻസ് റദ്ദാക്കിയ ബാങ്കാണ് ശിവം സഹകാരി ബാങ്ക് മഹാരാഷ്ട്ര. അതേപോലെ അടുത്തിടെ കോർപ്പറേറ്റ് ഇന്ത്യ റിസ്ക് ഇൻഡെക്സ് പുറത്തിറക്കിയത് ഏത് ബാങ്ക് എന്ന് ചോദിച്ചാൽ ICICI ബാങ്ക്. ICICI ബാങ്കിൽ ഇപ്പോൾ ഒരുപാട് പുതിയ കുറേ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അടുത്തിടെ കോർപ്പറേറ്റീവ് ഇന്ത്യ റിസ്ക് ഇൻഡെക്സ് പുറത്തിറക്കിയ ബാങ്ക് എന്ന് ചോദിച്ചതാണ് ICICI ബാങ്കാണ്. അടുത്തിടെ കോർപ്പറേറ്റ് ഇന്ത്യ റിസ്ക് ഇൻഡെക്സ് പുറത്തിറക്കിയ ബാങ്ക് എന്ന് ചോദിച്ചതാണ് ICICI. ദെൻ വനിതാ സംരംഭകർക്കായി സ്മാർട്ടപ്പ് ഉന്നതി ആരംഭിച്ച ബാങ്ക്. ഇതൊക്കെ നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സിൽ പഠിച്ചതാണ്. HDFC ആണ്. വനിതാ സംരംഭകർക്കായി സ്മാർട്ടപ്പ് ഉന്നതി ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചതാണ് HDFC. വനിതാ സംരംഭകർക്കായി സ്റ്റാർട്ടപ്പ് ഉന്നതി ആരംഭിച്ച ബാങ്ക് ഏതാണ്? HDFC. അടുത്തിടെ വിയർ ആൻഡ് പേ നടപ്പാക്കിയ ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് ആണ്. വിയർ ആൻഡ് പേ എന്ന് പറയുന്ന സ്കീം നടപ്പാക്കിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് ആക്സിസ് ബാങ്ക് ആണ്. അപ്പോൾ വനിതാ സംരംഭകർക്കായി സ്മാർട്ടപ്പ് ഉന്നതി ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ HDFC ബാങ്ക്. അടുത്തിടെ വിയർ ആൻഡ് പേ നടപ്പാക്കിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ ആക്സിസ് ബാങ്ക് ആണ്. ദെൻ സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് മേൽ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ബാങ്കിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നത് നമ്മൾ പഠിച്ചതാണ് 2021 ഏപ്രിൽ 1. സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് മേൽ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ബാങ്കിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നതെന്നാണ് 2021 ഏപ്രിൽ 1. 2021 ഏപ്രിൽ 1 സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് മേൽ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ബാങ്കിംഗ് നിയന്ത്രണ നിയമം എന്ന് നിലവിൽ വന്നു 2021 ഏപ്രിൽ 1. ദെൻ ചെക്കുകളിൽ നിന്നുള്ള തട്ടിപ്പ് തടയുന്നതിനായി റിസർവ് ബാങ്ക് നടപ്പാക്കിയ സംവിധാനത്തിൻ്റെ പേരാണ് പോസിറ്റീവ് പേ. ചെക്കുകളിൽ നിന്നുള്ള തട്ടിപ്പ് തടയുന്നതിനായി റിസർവ് ബാങ്ക് നടപ്പാക്കിയ സംവിധാനത്തിൻ്റെ പേരാണെന്ത്? പോസിറ്റീവ് പേ. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് മേൽ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ബാങ്കിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നെന്നാണ് 2021 ഏപ്രിൽ 1. നെക്സ്റ്റ് 2031-32 കൂടി കാർബൺ ന്യൂട്രൽ ആകാൻ തീരുമാനിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ HDFC ബാങ്കാണ്. 2031-32 കൂടി കാർബൺ ന്യൂട്രൽ ആകാൻ തീരുമാനിച്ച ബാങ്ക് എന്ന് ചോദിച്ചതാണ് HDFC ബാങ്ക്. ഇൻഫിനിറ്റ് ഇന്ത്യ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ ICICI. ഇൻഫിനിറ്റ് ഇന്ത്യ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച ബാങ്ക് ICICI. ഇപ്പോൾ പഠിക്കുക 2031-32 കൂടി കാർബൺ ന്യൂട്രൽ ആകാൻ തീരുമാനിച്ച ബാങ്ക് HDFC ബാങ്ക്. 2031-32 കൂടി കാർബൺ ന്യൂട്രൽ ആകാൻ തീരുമാനിച്ച ബാങ്ക് HDFC ബാങ്ക്. ഇൻഫിനിറ്റ് ഇന്ത്യ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച ബാങ്ക് ICICI. ഇൻഫിനിറ്റ് ഇന്ത്യ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച ബാങ്ക് ICICI. 2020 ഒക്ടോബറിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ ബാങ്ക് എന്ന് ചോദിച്ചാൽ അതും ICICI ബാങ്കാണ്. ശ്രദ്ധിക്കുക, 2020 ഒക്ടോബറിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ ബാങ്ക് എന്ന് ചോദിച്ചതാണ് ICICI ബാങ്ക്. ICICI ബാങ്ക് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. പഠിക്കുക. 2020 ഒക്ടോബറിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സ്വകാര്യ ബാങ്ക് ICICI ബാങ്കാണ്. നമ്മ ചെന്നൈ സ്മാർട്ട് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് എന്ന് ചോദിച്ചാലും ICICI ബാങ്കാണ്. നമ്മ ചെന്നൈ എന്ന പേരിൽ സ്മാർട്ട് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് എന്ന് ചോദിച്ചാലും ICICI ആണ്. ദെൻ ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്കാണ്. ഇത് ശ്രദ്ധിച്ചോണം, ചിലയിടത്തൊക്കെ SBI എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് നടപ്പാക്കിയത് കാനറയാണ്. ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ കാനറ ബാങ്കാണ്. അതേപോലെ ടോക്കിയോ പാരാഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് പാരാഒളിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുമായി ധാരണയായത് ഏത് ബാങ്കാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബാങ്കാണ്. അതായത് ടോക്കിയോ പാരാഒളിമ്പിക്സിന് ഇന്ത്യൻ ടീമിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പാരാഒളിമ്പിക്സ് കമ്മിറ്റിയുമായിട്ട് ധാരണയായ ബാങ്ക് എന്ന് ചോദിച്ചതാണ് ഇന്ത്യൻ ബാങ്ക്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം നടപ്പാക്കിയ ബാങ്ക് കാനറ ബാങ്ക്. ടോക്കിയോ പാരാഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് പാരാഒളിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുമായി ധാരണയിലായ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബാങ്ക്. ദെൻ ഇമ്പോർട്ടൻ്റ് ആണ്,
അടുത്തിടെ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ICICI ബാങ്കാണ്. പഠിക്കുക, അടുത്തിടെ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് എന്ന് ചോദിച്ചതാണ് ICICI ബാങ്ക്. അടുത്തിടെ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കറണ്ട് അക്കൗണ്ട് തുടങ്ങാൻ സംവിധാനം ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ ഇൻഡസ്ലാൻഡ് ബാങ്ക്. പഠിക്കുക, ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കറണ്ട് അക്കൗണ്ട് തുടങ്ങുവാനുള്ള സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഇൻഡസ്ലാൻഡ് ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കറണ്ട് അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം ആരംഭിച്ച ബാങ്ക് ഇൻഡസ്ലാൻഡ് ബാങ്ക്. ഇപ്പോൾ 2 പോയിന്റുകളും പഠിക്കുക. അടുത്തിടെ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ICICI ബാങ്കും ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കറണ്ട് അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം ആരംഭിച്ച ബാങ്ക് ഇൻഡസ്ലാൻഡ് ബാങ്കുമാണ്. അപ്പോൾ അത്യാവശ്യം ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട കുറേ പോയിന്റുകളൊക്കെ നമ്മൾ മന്ത്ലി കറണ്ട് അഫേഴ്സിൽ പഠിച്ചിരുന്നു. അതുകൂടാതെയുള്ള കുറച്ച് റയറും തോന്നിയ പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ് നമ്മൾ ഫാസ്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യയിൽ അവസാനം നിലവിൽ വന്ന ബാങ്ക് ലയനം 2020 ഏപ്രിൽ 1 അതോടുകൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയായി മാറി? 12 മാറി. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന പോയിന്റ് ആണ്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഏത് ബാങ്കിൽ ലയിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ഏത് ബാങ്കിൽ ലയിച്ചു? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലും അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്കായിട്ട് ഏത് മാറി? എല്ലാവർക്കും അറിയാമല്ലോ, PNB. അത് ചോദിച്ചു കഴിഞ്ഞു പരീക്ഷയ്ക്ക്. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ കേന്ദ്ര ബാങ്ക്, ആദ്യ കേന്ദ്ര ബാങ്ക് എന്ന് ചോദിച്ചതാണ് RBI ആണ്. അടുത്തിടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസിനായി 24/7 ഹെൽപ്പ് ലൈൻ ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാലും RBI ആണ്. അപര്യാപ്തത മൂലധനവും വരുമാനവും കാരണമാക്കി RBI അടുത്തിടെ ലൈസൻസ് റദ്ദാക്കിയ ബാങ്കാണ് ശിവം സഹകാരി ബാങ്ക്, മഹാരാഷ്ട്രയിലാണ്. അടുത്തിടെ കോർപ്പറേറ്റ് ഇന്ത്യ റിസ്ക് ഇൻഡെക്സ് പുറത്തിറക്കിയ ഏത് ബാങ്കായിരുന്നു? അടുത്തിടെ കോർപ്പറേറ്റ് ഇന്ത്യ റിസ്ക് ഇൻഡെക്സ് പുറത്തിറക്കിയ ബാങ്ക് ഏതായിരുന്നു? ICICI. വനിതാ സംരംഭകർക്കായി സ്മാർട്ടപ്പ് ഉന്നതി ആരംഭിച്ചത് ഏത് ബാങ്കായിരുന്നു? വനിതാ സംരംഭകർക്കായി സ്മാർട്ടപ്പ് ഉന്നതി HDFC. വിയർ ആൻഡ് പേ സംവിധാനം നടപ്പാക്കിയത് ഏത് ബാങ്കായിരുന്നു? ആക്സിസ് ബാങ്ക്. സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് മേൽ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ബാങ്കിംഗ് നിയന്ത്രണ നിയമം ഇന്ന് നിലവിൽ വന്നു 2021 ഏപ്രിൽ 1. ചെക്കുകളിൽ നിന്നുള്ള തട്ടിപ്പ് തടയുന്നതിനായി റിസർവ് ബാങ്ക് ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേരായിരുന്നു എന്ത്? പോസിറ്റീവ് പേ. 2031-32 കാർബൺ ന്യൂട്രലാകാൻ തീരുമാനിച്ച ഇന്ത്യൻ ബാങ്ക് ഏതാണ്? HDFC. ഇൻഫിനിറ്റ് ഇന്ത്യ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച ഏത് ബാങ്കായിരുന്നു? ഇൻഫിനിറ്റ് ഇന്ത്യ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച ബാങ്ക് ICICI. 2020 ഒക്ടോബറിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യയിലെ സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? അതും ICICI ബാങ്കാണ്. നമ്മ ചെന്നൈ സ്മാർട്ട് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതായിരുന്നു? അതും ICICI ആണ്. ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ചത് കാനറ ബാങ്ക്. ടോക്കിയോ പാരാഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് പാരാഒളിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുമായി ധാരണയിലായത് ഏത് ബാങ്കായിരുന്നു? ഇന്ത്യൻ ബാങ്ക്. സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ ബാങ്ക് ഏതായിരുന്നു? ICICI. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കറണ്ട് അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം ആരംഭിച്ച ഏത് ബാങ്കായിരുന്നു? ഇൻഡസ്ലാൻഡ് ബാങ്ക്. അപ്പോൾ ഈ വിവരങ്ങൾ കൃത്യമായി എല്ലാവർക്കും റീകളക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്